അഡ്വക്കേറ്റ് ആതിര 6 പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടിരുന്നു. ബലാത്സംഗ കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. വിധിന്യായം പുറത്തു വന്നിട്ടില്ല. എങ്കിലും എന്ത് ശിക്ഷയാണ് പ്രതീക്ഷിക്കുന്നത്? ജീവപര്യന്തം തടവാണ് പ്രോസിക്യൂഷൻ സ്വാഭാവികമായും ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് തെളിഞ്ഞ 6 പ്രതികളാണുള്ളത്. പരമാവധി ശിക്ഷ തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിക്കാമോ? ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഈ കുറ്റം കണ്ടെത്തിയ പ്രതികളുടെ മീതെ പരമാവധി ശിക്ഷ ലഭിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സമർപ്പിച്ച കുറ്റപത്രത്തിലെ എല്ലാ കുറ്റകൃത്യങ്ങളും തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ഫൗണ്ട് ഗിൽറ്റി പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തെളിഞ്ഞ സ്ഥിതിക്ക് അവർക്ക് ലഭിക്കേണ്ടുന്ന പരമാവധി ശിക്ഷ തന്നെ ലഭിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പ്രോസിക്യൂഷൻ അതിനുവേണ്ടി ശക്തമായി വാദിക്കുക തന്നെ ചെയ്യും. പിന്നെ ഇതൊരു ഫോർമാലിറ്റിയാണ്. സത്യത്തിൽ ജഡ്ജ്മെൻ്റൊക്കെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പം ശിക്ഷാവിധിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളത് ഒരു ഫോർമൽ ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യനിൽ സ്വാഭാവികമായിട്ടും പ്രതികളുടെ ആളുകൾ പരമാവധി ശിക്ഷ ഇളവിന് വേണ്ടി വാദിക്കും. പ്രോസിക്യൂഷൻ പരമാവധി ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടി വാദിക്കും. അതിനകത്ത് പരമാവധി ശിക്ഷ ലഭിക്കണം എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത്. പരമാവധി ശിക്ഷ ലഭിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. 8-ാം തീയതിയാണ് വിധി വന്നത്. ഇതായിരിക്കും വിധി എന്ന് കാണിച്ച് 3-ാം തീയതി തന്നെ നിയമരംഗങ്ങളിലെ പ്രമുഖർക്ക് ഒരു കത്ത് പോയിട്ടുണ്ട്. ആ കത്തിലുള്ള വിവരങ്ങൾ ശരിയായി വരികയും ചെയ്തു. ഈ കേസ് നമ്മളൊന്ന് പരിശോധിച്ചാൽ ഫെയർ ട്രയൽ അല്ല നടക്കുന്നത്. പ്രോസിക്യൂഷൻ ഭാഗത്തോട് ബയാസ്ഡ് ആണ്, എഗെയിൻസ്റ്റ് ബയാസ് ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച് അതിജീവിത പലവട്ടം കോടതികളിൽ പോവുകയും സുപ്രീം കോടതി വരെ പോവുകയും ജഡ്ജിയെ മാറ്റുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അത് കോടതി നിവർത്തിച്ചു കൊടുത്തില്ല. സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു ജഡ്ജിയിൽ അവിശ്വാസം രേഖപ്പെടുത്തിയാൽ അവർക്ക് പിന്മാറാനുള്ള അവസരമുണ്ട്. സാധാരണ നിലയ്ക്ക് അങ്ങനെയാണ് ചെയ്യുക. സ്വയം പിന്മാറുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഇത് അവിടെ ഉണ്ടായിട്ടില്ല. ഈ കേസിലെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള തെളിവായിട്ടുള്ള മെമ്മറി കാർഡ്, ഈ ദൃശ്യങ്ങളുള്ള സെൻസിറ്റീവായ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡ് 3 തവണ ആക്സസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പകർത്തപ്പെട്ടിട്ടുണ്ടോ എന്ന പേടി പോലും അതിജീവിതയെ സംബന്ധിച്ചിട്ടുണ്ട്. അതിലും ആക്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ വിധി വരുന്നതിന് മുമ്പ് വിധിയുടെ വിശദാംശങ്ങൾ അടങ്ങിയ അല്ലെങ്കിൽ വിധിയുടെ പ്രവചനം അടങ്ങുന്ന ഊമക്കത്ത് നിയമരംഗങ്ങളിലെ പ്രമുഖർക്ക് പോകുന്നു. ക്രെഡിബിലിറ്റി എന്നൊരു കാര്യം കൂടി ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചുണ്ടല്ലോ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിബിലിറ്റി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി ജുഡീഷ്യറി കാണുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനോട് ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡ് പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് നീതി നടപ്പിലാക്കിയാൽ പോലെ നീതി നടപ്പിലാക്കി എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കുക കൂടി പ്രധാനമാണെന്നുള്ളത്. ആ നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ കത്ത് വന്നു എന്നുള്ളത് പിന്നീട് പുറത്തു വന്നിട്ടുള്ളതാണ്. ഇങ്ങനെ വിധിന്യായത്തിൻ്റെ ഉള്ളടക്കം വരും വിധമുള്ളൊരു കത്ത് വന്നു. അത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. ഹൈക്കോടതി ഉൾപ്പെടെയുള്ള സംവിധാനം, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സംവിധാനം ഈ പറയും വിധം എങ്ങനെയാണ് ഇങ്ങനൊരു കത്ത് വന്നത് ഇത്ര പേർക്ക്, അത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയാണോ അല്ല രൂപം വെച്ച് പ്രചരിപ്പിച്ചതാണോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. 2, ഈ കേസിനകത്ത് ഇനി എന്ത് വിധി വന്നാലും അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോടതി മുറി എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു എന്നുള്ളതാണ്. ഒരിക്കലും ഈ പറയുന്ന വിധം പഴയ കാലത്ത് കോടതി മുറികൾക്കകത്ത് ലൈംഗികാതിക്രമ കേസിലെ വിക്ടിമായിട്ടുള്ള ആളുകളോട് വളരെ ഹ്യൂമിലേറ്റീവായി പെരുമാറിയ കോടതി മുറികളിൽ നിന്ന് കുറെ കൂടി അവരെ കംഫർട്ടബിളാക്കി നിർത്തുന്ന കോടതി മുറികളിലേക്ക് നടന്ന ഒരു പരിവർത്തനം എന്ന് പറയുന്നത് വലിയ രീതിയിൽ സ്ത്രീ സംഘടനകളും വിക്ടിമായിട്ടുള്ള ആളുകളുടെ ചോരയും കണ്ണീരും നിറഞ്ഞ വഴികളിലൂടെ നടത്തി വന്നിട്ടുള്ളൊരു പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നിർഭയ കേസിലുൾപ്പെടെ ക്രിമിനൽ ലോ അമെൻമെൻറ്റ് ഉൾപ്പെടെ വരുന്നത്. ഇങ്ങനെ തുടങ്ങി നിരന്തരമായിട്ടുള്ള പരിഷ്കരണങ്ങളിലൂടെയും പരിവർത്തന പ്രക്രിയയിലൂടെയും സാധ്യമായ ഒന്നാണ് ഈ വിക്ടിമിനോട് ടാർണിഷിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്, അവരെ ഹ്യൂമിലേറ്റ് ചെയ്യരുത്, ബോക്സിനകത്ത് ഉൾപ്പെടെയുള്ള അവരെ കംഫർട്ടബിൾ പൊസിഷനിൽ നിർത്തിക്കൊണ്ട് വേണം ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ ഹ്യൂമിലേറ്റീവ് ആക്കുന്ന ഒരു കോടതി അന്തരീക്ഷം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇനി ജുഡീഷ്യൽ ഓഫീസർമാർ അതിൽ മുൻകൈ എടുക്കണം അത്തരം അന്തരീക്ഷം ഉണ്ടാവാതിരിക്കാൻ. പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള സംവിധാനം വളരെ വിജിലൻ്റായി നിന്നുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ ഒബ്ജക്റ്റ് ചെയ്യും വിധം ഇടപെടാൻ വേണ്ടി സാധിക്കണം. അതിനുമപ്പുറം പ്രതിയുടെ വക്കീലന്മാർക്ക് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളുണ്ടാകും, പക്ഷേ അത് സഭ്യമായ രീതിയിൽ മാന്യമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് പ്രധാനമായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ അതിജീവിതം ഒരിക്കലും അങ്ങനെ ഒരു പരാതിയായിട്ട് പോകില്ലായിരുന്നു എന്നുള്ളത് ഉറപ്പാണല്ലോ. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഒരു ക്രിമിനൽ കോൺസ്പിറൻസി ഒരു കോടതിക്കകത്ത് പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളത് ഒരു വലിയ വിമർശനമായിട്ടൊന്നും നമ്മളാരും ഉന്നയിക്കില്ല.
പക്ഷേ ഈ കേസിനകത്ത് ഡിജിറ്റൽ ഫുട് പ്രിൻറ്റ്സ് ഉൾപ്പെടെ ഈ ആധുനിക കാലത്ത് ഒരു ക്രൈം ചെയ്യുന്ന സമയത്ത് ഇത്രയധികം ഡിജിറ്റലായിട്ടുള്ള കാര്യങ്ങൾ ഒരേ ലൊക്കേഷനിൽ വരിക, ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, വോയിസ് മെസ്സേജുകൾ തുടങ്ങി ഉള്ളൊരു കേസിനകത്ത് കോൺസ്പിറസി പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. രണ്ടാമത്, ഈ അതിജീവിതനെ ഇത്രയും ഹ്യൂമിലേറ്റ് ചെയ്യും വിധം പ്രോസിക്യൂഷന് വേണ്ടി നിന്നിട്ടുള്ള കൂറുമാറാത്ത സാക്ഷികൾ, ഗീതു മോഹൻദാസ് ഉൾപ്പെടെയുള്ള ആളുകൾ എത്രമാത്രം ഹ്യൂമിലേറ്റഡ് ആയിരുന്നു കോടതിക്കകത്ത്. പ്രോസിക്യൂട്ടർമാർ ഈ കേസ് നടത്താൻ വേണ്ടി നിയോഗിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരാണ്. ആ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർക്ക് കേസ് നടത്താൻ കഴിയാത്തൊരു അന്തരീക്ഷം എങ്ങനെയാണ് ആ കോടതി മുറിക്കകത്ത് വന്നത്? എന്തുകൊണ്ടാണ് അവർ ആ കേസ് ഇട്ടേച്ച് പോയത്? 2 സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാർ, മൂന്നാമത്തെ ആളിൽ ഇപ്പോൾ അജയ്കുമാർ സാർ വന്നിട്ടുള്ളത്. മൂന്നാമത്തെ ഒരാൾ, നമുക്കറിയാം ഇങ്ങനെ കൈമാറി വരുന്ന കേസുകൾക്കൊക്കെ വരാൻ വേണ്ടി പോകുന്ന ചില പ്രയാസങ്ങൾ ഈ കേസിനകത്തും വരുമെന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്ക് പ്രോസിക്യൂട്ടർമാരുടേത്. പിന്നെ സാധാരണഗതിയിൽ ഇപ്പോൾ 7 വർഷം പ്രോസിക്യൂഷൻ പണിയൊക്കെ എടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് കോടതിക്കകത്തൊരു വിക്ടിം പറയാണ് എനിക്ക് കോടതിയെ വിശ്വാസമില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറയാണ് എന്തെങ്കിലും രീതിയിൽ കോടതി ഇങ്ങനെ ഹ്യൂമിലേറ്റീവായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, പ്രതിഭാഗം അഡ്വക്കേറ്റ് പറയാണ്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ സാധാരണഗതിയിൽ ഫൈറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് ഈ കേസ് നടത്തേണ്ടതെന്ന് ഒരു ജുഡീഷ്യൽ ഓഫീസറും വാശി പിടിക്കുന്നത് നമുക്ക് ഇന്നേ വരെ കണ്ടിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പരാമർശം ഉണ്ടാവുന്ന ഘട്ടത്തിൽ തന്നെ എന്നാൽ ഞാൻ ഈ കേസ് ഇനി കേൾക്കുന്നില്ല എന്ന് പറയുന്നൊരു ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയുടെ കൂടി ഭാഗമാണത്. അങ്ങനെ പറയുന്ന ജുഡീഷ്യൽ ഓഫീസേഴ്സിനെയാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ ഒരാൾ എന്തിനാണ് ഇതിനകത്ത് ഞാൻ തന്നെ ഇത് നടത്തണം എന്ന് വാശി പിടിച്ച് ഒരു കേസിനകത്ത് വിധി പറയും വരെ പോകേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരം ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിനൊക്കെ യുക്തിസഹമായ ഉത്തരം ഒരുപക്ഷെ വിധി പകർപ്പിൽ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിബിലിറ്റിയുടെ കാര്യത്തിൽ ജുഡീഷ്യറി കാര്യത്തിൽ എന്ത് ആക്ഷൻസ് എടുക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. വളരെ നന്ദി അഡ്വക്കേറ്റ് പി എം ആതിര സംസാരിച്ചതിന്.